പച്ചക്കള്ളം പറയുന്നതിന് യാതൊരു മടിയില്ലാത്ത ആളാണ് പിണറായി വിജയൻ. പണ്ട് അങ്ങനെയാണല്ലോ, അതിൻ്റെ ശീലമാണത്. എന്നിട്ടാണ് ഇവർ ഇടതുപക്ഷം സതീശനെ നുണയസൻ എന്ന് വിളിക്കുന്നത്. പച്ചക്കള്ളം മാത്രമാണ് പിണറായി വിജയൻ പറയുന്നത്. ഇന്നത്തെ മാധ്യമ സമ്മേളനത്തിൽ ഇന്ന് പതിവില്ലാതെ അദ്ദേഹം മാധ്യമ സമ്മേളനം വിളിച്ചു ചേർത്ത് വന്ന് അദ്ദേഹം പറയുന്ന ഒക്കെ ബാലിശമായ കാര്യങ്ങൾ. മാത്രം അദ്ദേഹത്തിന് ഒരു അക്കടി പറ്റിയെന്ന് തോന്നുന്നു. അദ്ദേഹം സമ്മേളനം വിളിച്ചു ചേർത്തത് മുഖ്യമന്ത്രിക്ക് മറുപടി പറയാനാണ്. ഏത് മറ്റേ നമ്മുടെ സർക്കാരിൻ്റെ ഡെസിഷനെ ബന്ധപ്പെട്ട് മറുപടി പറയാൻ വേണ്ടി വന്നതാണ്. പക്ഷെ വന്ന് ഇരുന്ന നേരത്താണ് ഇത് മറ്റേ വാർത്ത പുറത്തു വരുന്നത്. ഏത് ഈ ലേക്കർ ഇന്ത്യയും മറ്റേ ഈ പിണറായിയും മറ്റേ നമ്മുടെ ഇയാൾ കർത്തയും തമ്മിലുള്ള ബന്ധമൊക്കെ പുറത്തു വരുന്നത്. ലേക്കർ ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയെ സംബന്ധിച്ച രേഖകളാണ് പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ കണ്ടെടുത്തത്. ആ രേഖകൾ സംബന്ധിച്ച് വെച്ച് നോക്കുമ്പോഴാണ് 16.5 ലക്ഷം രൂപ ഇതിന്റെ അക്കൗണ്ടിൽ ഉണ്ടപ്പെട്ടു. ആ അക്കൗണ്ടിലുണ്ട്. ആ അക്കൗണ്ട് മരവിപ്പിച്ചു. ഈ കമ്പനിയിലെ ഒരു ഡയറക്ടർ മാത്രമാണ് വീണ എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇവർ അന്വേഷിച്ച് ചെന്നപ്പോൾ ഈ കമ്പനി തന്നെ ഈ വീണയുടെയാണെന്ന് മനസ്സിലായി. കമലൻ റിയാസും ഒക്കെ ആയിരിക്കും. എന്താണെങ്കിലും ആ കമ്പനി ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ, അത് മെഡിസിന്റെ എക്യുപ്മെന്റ്സ് കൊടുക്കുന്ന സംഭവമാണെന്നാണ് പറയുന്നത്. ആ കമ്പനിയുടേതാണ്. അപ്പോൾ അത് വീണയുടേതാണ് എന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹം മാധ്യമ വാർത്തകളെ കുറ്റം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കൊണ്ട് എനിക്കെതിരെ കമല ഇന്റർനാഷണൽ സ്ഥാപനം സിംഗപ്പൂർ ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ, അതിപ്പോൾ എന്തായി എന്ന് അദ്ദേഹം ചോദിച്ചു. അത് ചോദിച്ചു. അതിനൊക്കെ ചോദിക്കുക, VK ശ്രീമതിക്കെതിരെ വ്യാജ വാർത്ത സൃഷ്ടിച്ചവരല്ലേ നിങ്ങൾ? അതുപോലൊരു വ്യാജ വാർത്തയായിക്കൂടെ? ഇവിടെ മാധ്യമങ്ങൾ വ്യാജ വാർത്ത സൃഷ്ടിക്കുന്ന എന്ത് കഷ്ടമാണെന്ന് നോക്കാം. പിടിച്ചു നിൽക്കാൻ വേണ്ടി അവിടെ ഒന്ന് ഇരുന്നു പോയി. ഇത് അറിഞ്ഞ പത്രസമ്മേളനം വയ്ക്കൂലായിരുന്നു. വീണിടത്ത് കിടന്ന് ഉരുളുകയാണ്. എന്തൊരു ലജ്ജാകരം എന്ന് നമുക്ക് പറയാം. നിവർത്തിയില്ല. 52 വയസ്സായില്ലേ, അത്രേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ വീണ തൈക്കണ്ടി, അതുപോലെ തന്നെ പിണറായി വിജയൻ, കമല, ഈ പറയുന്ന ഒരു ഇന്റർനാഷണൽ തിരുട്ട് കമ്പനിയാണ്, അല്ലേ? തിരുട്ട് കമ്പനി. എക്സാലോജിക്കും ലേക്കർ ഇന്ത്യ കോർപ്പറേഷനുമാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. ഇനി എവിടെയൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ അറിയാം? എത്ര പേരുടെ കൂട്ടത്തിൽ കരിമണൽ നടത്തുന്നുണ്ട്. അതെ, സ്വപ്ന സുരേഷിനെ തള്ളി പറഞ്ഞവർക്കൊക്കെ ഇപ്പൊ ബോധ്യമായി കാണുമല്ലോ. സ്വപ്ന സുരേഷാണ് ശരിയെന്ന് മിക്കവാറും അവർ പറഞ്ഞ മുഴുവൻ സത്യമാണ്. അവർ പറയുന്നത് അത്ര ആത്മവിശ്വാസത്തോടു കൂടി ഒരാൾക്ക് ഒരിക്കലും ഇങ്ങനെ കള്ളം പറഞ്ഞു പിടിക്കാൻ പറ്റില്ല. പക്ഷെ പിണറായി വിജയൻ പറയുന്ന കള്ളത്തരമെന്ന് നമുക്ക് കേൾക്കുമ്പോഴേ അറിയാം. മാധ്യമ സൃഷ്ടിയാണ്. മൊഴി നിങ്ങൾ കണ്ടോ? മൊഴി ഞങ്ങൾ കാണിക്കാമെന്ന് പറഞ്ഞപ്പോൾ പറയാണ് അതൊക്കെ മാധ്യമം നിങ്ങൾ സൃഷ്ടിച്ചതാണ്, വ്യാജമായ സൃഷ്ടി. പക്ഷെ ഒരു കാര്യം, ഈ പതനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് പിണറായി വിജയൻ. എനിക്ക് തോന്നുന്നു എന്നെ ഇറക്കി വിടല്ലേ എന്ന് പറഞ്ഞ് വിളിച്ചു പോകുമായിരിക്കും പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ. അത്രേ ഉള്ളൂ. അത് അവിടെ കൂടെ ഇരിക്കണ്ടേ? കാരണം അധികാര കൊതി മൂത്ത്, അധികാര ദുരമൂത്ത് ഈ നാട്ടിൽ ചെയ്യാവുന്നതെല്ലാം ചെയ്ത് തൻ്റെ അധികാരത്തിൻ്റെ ലഹരിയിൽ ആ ഉന്മാദനായിട്ട് കിടന്ന് പുളഞ്ഞ ആളാണ്. കേരളത്തിൽ ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി ഒരിക്കലും ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇതുപോലെ ഇത്രയും തീവട്ടി മനുഷ്യനാണെന്ന്. എന്തൊരു മനുഷ്യനാണ്, ഒന്ന് ആലോചിച്ച് നോക്കി. ഈ കള്ളത്തരം മുഴുവൻ കാണിച്ച് പൊതു ഖജനാവിന് നഷ്ടമുണ്ടാക്കി ഇപ്പോഴും ലാവലിൻ കേസ് ചവിട്ടിപ്പിടിച്ച് വെച്ച് ഇയാളെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അല്ല, മാത്രമല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, ചില ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ചില ഭരണാധികാരികളുണ്ട്, അവർ ഏതാണ്ട് ഇതിൻ്റെ വേറൊരു പതിപ്പാണ്. അവസാനം അവർ ചെയ്യുന്നത് കുറേ ആളെയും കൊന്ന് പരമാവധി സമ്പാദ്യങ്ങൾ എടുത്തുകൊണ്ട് വിമാനത്തിൽ കയറി ഏതെങ്കിലും പാശ്ചാത്യ രാജ്യക്ക് രക്ഷപ്പെട്ടു പോകുന്നത്. നേരത്തെ തന്നെ അവർ വിദേശ ബാങ്കുകൾ പണം നിക്ഷേപിക്കും, അവിടെ പോയി രക്ഷപ്പെട്ട ഒരു സ്വകാര്യം ജീവിക്കും. അപ്പോൾ അതിൻ്റെ വേറൊരു പതിപ്പാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇപ്പം കേരളത്തെ ഒരു പ്രത്യേക സാമ്രാജ്യമാക്കി ഇദ്ദേഹം മാറ്റി. ചെറിയ സംസ്ഥാനം ആയതുകൊണ്ട് ഇത്രയെങ്കിലും കൊണ്ട്. കേരളമല്ല വലിയ ഗുജറാത്ത് എങ്ങാനും പോലുള്ള സംസ്ഥാനം ആയിരുന്നെങ്കിൽ അവിടെ ഒന്നും കാണൂലായിരുന്നു. കേരളത്തെ സാമ്രാജ്യമാക്കിയില്ല, അദ്ദേഹം അവിടെ ചക്രവർത്തിയായിട്ട് മാറി. ഇവിടെ ഉള്ളതെല്ലാം എനിക്ക് അവകാശപ്പെട്ടതാണ്. നോമിന്റെ കയ്യിലേക്ക് കൊണ്ടുവരൂ, ആദ്യം കപ്പം കൊണ്ടുവരൂ എന്നൊക്കെ പറയുന്ന പോലെയാണ്. കൊണ്ടുവരൂ, ഇത് കൊണ്ടുപോകുന്നു. എന്നിട്ട് മകൾ മനോഹരമായിട്ട്, മകളല്ല സത്യത്തിൽ, എനിക്ക് EDയുടെ സോഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു സോഴ്സിൽ ഒരാൾ എന്നോട് പറഞ്ഞാണ്, സത്യത്തിൽ ആ കുട്ടിയുടെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ വിഷമം തോന്നി. ആ കുട്ടിക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ, അതിൻ്റെ പേരും വെച്ച് അതിനെ വെച്ച് ഇതിനെ കൊണ്ടുവച്ച് അതവിടെ വന്നിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ ഇങ്ങനെ അനക്കറിയില്ല എന്ന് മാത്രമാണ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇത് മൊത്തം ഈ പിണറായി വിജയനും ശിവശങ്കരനും ചേർന്നുള്ള കളിയാണ്. അല്ല, ഇത് പാവപ്പെട്ട മോളെ തലയ്ക്ക് വെച്ച് കൊടുത്തല്ല. സാധാരണ പലരും ശത്രുക്കളെ തലയ്ക്കാണ് വെക്കാറുള്ള ഇത്തരം പാരകളല്ല. ഇത് ബിനാമിയായിട്ട് പുറത്തൊരാളെ വെക്കാൻ ഇവർക്ക് ഭയമാണ്. ഇനി അവരതും കൊണ്ട് പോയെങ്കിൽ ഉറപ്പാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് നേതാക്കന്മാർക്ക് പറ്റിയ അമളിയാണിത്. പുറത്തുള്ളവന്റെ പേരിൽ ബിനാമി സംഭവം നടത്താൻ
ഫ്ലാറ്റ് തിരിച്ചു കൊടുക്കാതെ എത്രയോ കിട്ടാത്ത എത്ര നേതാക്കന്മാരാണ് നമ്മുടെ മരുമകനെ കാണുന്നതേ ഇല്ല. ഇത്രയും പ്രശ്നങ്ങളുണ്ടായി, മരുമകനെ കണ്ടതേ ഇല്ല. മരുമകൻ അന്ന് ED റെയ്ഡ് നടന്നപ്പോൾ ഇത് സംഘപരിവാർ അജണ്ടയാണെന്ന് പറഞ്ഞേച്ച് പോയ മരുമോന, പിന്നെ മരുമോനെ ഈ വഴിക്ക് കണ്ടിട്ടേ ഇല്ല. പിന്നെ ഇല്ല തുരങ്കം ഇടിഞ്ഞു വീണപ്പോഴെങ്ങാണ്ട് ഏതാണ്ട് പിന്നെ 2-3 വാക്ക് പറഞ്ഞു വന്നു. അതും ഇവരെ കൊള്ള സങ്കേതത്തിൽ കൊള്ള പദ്ധതികളിൽ ഒരെണ്ണമാണ് ഈ തുരങ്ക പദ്ധതി. കൊള്ള പദ്ധതിയായിരുന്നു. ഈ മാത്രമല്ല ഇപ്പൊ ഇതിന്റെ ഈ ലേക്കർ ഇന്ത്യയുടെ ഓഫീസ് കോഴിക്കോടാണെന്ന് പറയുന്നു. കോഴിക്കോടാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നു. അപ്പം ഇദ്ദേഹം ഓടി രക്ഷപ്പെടുമായിരിക്കും. എന്താണേലും നമുക്ക് നോക്കാം ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കാം. കർത്തയുടെ മൊഴി മാധ്യമ സൃഷ്ടി എന്നാണ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്ന ഒന്ന്. എങ്ങനെയെങ്കിലും കേസ് എന്നിലേക്ക് എത്തിക്കാനാണ് പലരും ശ്രമിക്കുന്നത്. തന്നോട് അത്രമാത്രം താല്പര്യമാണല്ലോ എല്ലാവർക്കും എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. തിരിച്ചറിഞ്ഞല്ലോ. അതാണ് ഒരു മനുഷ്യന് സത്യം മനസ്സിലായി. ഒടുവിൽ ആ നഗ്ന സത്യം ഞാൻ തിരിച്ചറിയാണ് സുഹൃത്തുക്കളെ. എല്ലാവർക്കും എന്നെ അത്രയ്ക്ക് താല്പര്യം എന്തുകൊണ്ടാണ് ഈ വിധത്തിലായത് എന്ന് മനസ്സിലായി. അപ്പൊ ഈ നാട്ടിലെ ജനം തിരസ്കരിച്ചതായിട്ട് അദ്ദേഹം സമ്മതിച്ചു. അതാണ് ഇന്നത്തെ പ്രധാന വാർത്ത. എന്നെ അത്രമാത്രം താല്പര്യമാണെന്ന് അറിയാമല്ലോ. മാധ്യമങ്ങൾ ഇത്തരം വാർത്തകൾ ഉണ്ടാക്കാൻ എന്നും ശ്രമിക്കാറുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ശ്രമം നിങ്ങൾ തുടർന്നോളൂ. കുട്ടി ആടിക്കോളൂ എന്ന് പറയുന്ന പോലെ നിങ്ങൾ തുടർന്നോളൂ. മൊഴി ആരാണ് പുറത്തു വിട്ടിരിക്കുന്നത്? മാധ്യമങ്ങളിലല്ലേ ശ്രീമതി ടീച്ചറുടെ വാർത്ത വന്നത്? മാധ്യമങ്ങളിൽ വന്നതുകൊണ്ട് മാത്രം അത് ശരിയാകുമോ? രേഖയുണ്ടെങ്കിൽ രേഖ കാണിച്ചിട്ടുണ്ടോ? അതൊക്കെ നിങ്ങളുടെ സ്വന്തം സൃഷ്ടിയല്ലേ. നിങ്ങൾക്ക് എന്തെല്ലാം സൃഷ്ടിക്കാം. നിങ്ങളെല്ലാം എന്തെല്ലാം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. എത്ര കാലമായി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ആ സൃഷ്ടിക്കുന്നതിന് എന്തെങ്കിലും ഫലമുണ്ടാക്കാൻ കഴിഞ്ഞോ? ഇനി ഇതും കുറച്ചുനാൾ നോക്കൂ, എന്താണ് ചെയ്യാൻ പറ്റുകയെന്ന്. ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ മറ്റൊന്നും പറയാൻ നിൽക്കുന്നില്ല. നല്ല ശ്രമം നടത്തി നോക്കൂ, എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കൂ. അതുപോലെ കേസ് എങ്ങനെയെങ്കിലും എന്നിലേക്ക് എത്തിക്കാനാകുമോ എന്നല്ലേ പലരും നോക്കുന്നത്. എന്നോട് അത്രമാത്രം താല്പര്യമാണല്ലോ എല്ലാവർക്കും. അത് വരട്ടെ, അപ്പോൾ നോക്കാം. വീണയുടെ പേരിൽ മറ്റൊരു കമ്പനി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കമല ഇന്റർനാഷണൽ വിട്ടോ എന്നൊരു മറു ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഈ മറു ചോദ്യം ചോദിക്കുന്നതിന് അർത്ഥം എന്താണ്? ഈ ചോദ്യത്തിന് ഒരു വീണയുടെ പേരിൽ ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ അങ്ങനെ ഒരു കമ്പനി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കമല ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ കമ്പനി നിങ്ങൾ വിട്ടോ. ശരിക്കും ഒരു കാര്യം ചെയ്യാണ്, കമല ഇന്റർനാഷണൽ കമ്പനി ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതാണ്. അതെ, അല്ല, കമല ഇന്റർനാഷണൽ കമ്പനി ഇല്ല, ഞങ്ങൾ അങ്ങ് വിട്ടു. നിങ്ങൾ ലേക്കർ ഇന്ത്യ കമ്പനി ഉണ്ടോ എന്നൊന്ന് പറയൂ. അതാണ് അന്നേരം ചോദിക്കേണ്ട ചോദ്യം. എന്താണെങ്കിലും പണ്ടത്തെ വിരട്ടൽ വിജയനെ ഇപ്പോൾ പത്രസമ്മേളനം കാണാനില്ല. കാറ്റുപോയ വിജയനെയാണ് നമ്മൾ പത്രസമ്മേളനം കാണുന്നത്. ആത്മവിശ്വാസം പാടെ നശിച്ച് ഈ ജനസമൂഹം തന്നെ അത്രമേൽ വെറുക്കുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ഒരു മുൻ മുഖ്യമന്ത്രിയുടെ പതനമെന്ന് മാത്രം. ഏതായാലും വി.ഡി. സതീശനെ ആദ്യം വിമർശിക്കേണ്ടി വന്നില്ല. അതിനു മുമ്പ് ഈ വിഷയം കടന്നു വന്നു. വിമർശിച്ചിരുന്നെങ്കിൽ ഇന്ന് വൈകുന്നേരത്തിന് മുമ്പേ വി.ഡി. സതീശൻ പത്രക്കാരെ കണ്ട് അടിച്ചു നിരപ്പാക്കി ഒരു ഉത്തരം കൊടുത്ത് അങ്ങ് ഇരുത്തുമായിരുന്നു. എന്നാലും വളരെയധികം സഹതാപം തോന്നുന്നു അല്ലേ? എങ്ങനെ നടന്നിരുന്ന ഒരു മനുഷ്യനാണ്. ഇപ്പം കൊള്ളസങ്കേതം മുഴുവൻ റെയ്ഡ് ചെയ്ത് കഴിഞ്ഞു. കൊള്ളസങ്കേതത്തിൽ നിന്നുള്ള രേഖകൾ പിടിച്ചെടുത്തിരിക്കുന്നു. ഈ രേഖകൾ പിടിച്ചെടുക്കുന്നതിനാണ് അന്ന് ഒന്നിച്ച് നമ്മളൊന്ന് ഇറങ്ങുമല്ലേ എന്നും പറഞ്ഞ് അവിടെ നിന്ന് മുഷ്ടി ഉരുട്ടിയത്. അപ്പോൾ ഇതിനു മുമ്പേ ഇറങ്ങാൻ തയ്യാറായിട്ട് അവിടെ വന്ന് നിന്ന ആൾക്കാർ കൂടി ഇത് ഇടിച്ചൊക്കെ പറിച്ചു. അതാണ് സംഭവിച്ചത്. എന്താണെങ്കിലും ഭയങ്കര നുണയനാണ് പിണറായി വിജയൻ എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അല്പം വെയിറ്റ് ചെയ്താൽ മതി. ഇത് പിന്നാലെ വന്നോളും. ഇത് പണ്ടത്തേതുപോലെ ചീറ്റിപ്പോകുന്ന ഒരു കേസായി മാറില്ല. ഇത് പിണറായി വിജയനും, അതായത് അയ്യപ്പൻ്റെ അടുത്ത് കളിച്ചിട്ടുള്ള എല്ലാ ആൾക്കാരും പണി മേടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം സമസ്താപരാധം പറഞ്ഞു നോക്കി. ഇപ്പം PK ശ്രീമതിയുടെ അടുത്ത് പലരും സമസ്താപരാധം പറഞ്ഞു, ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയി, ക്ഷമിക്കണം, ഞങ്ങളുടെ അറിവില്ലായ്മ. ഞാൻ ഒരു കാരണവശാലും ക്ഷമിക്കില്ലെന്ന് അവർ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അയ്യപ്പനും ഇതേ നിലപാടിലാണ്. പിണറായി വിജയൻ നിന്ന് കയ്യും കാലും അയ്യപ്പൻ്റെ പിടിച്ചു. ഇല്ല, ഞാൻ ക്ഷമിക്കില്ല. രാമായണ മാസമാണ്, നടക്കട്ടെ. നീ അനുഭവിച്ച് തീർക്കുക എന്നുള്ളത്. നിനക്ക് ഒത്താശ അനുഭവിക്കുക, എല്ലാവരും അനുഭവിക്കുക.